വെഡ്ഡിംഗ് നൈറ്റ് ആഘോഷിക്കുന്നതിനെ പറ്റി ആൻറ്റി ഷാങ്യുവിനെ ഉപദേശിക്കുന്ന സമയത്ത് അങ്കിൾ ഷാങ്യുവിനെ ഉറക്കിയിട്ട് ഇവർക്ക് പുറകിലായി വന്നതെന്ന് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിലൊക്കെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ആൻറ്റി കാര്യങ്ങൾ അവളോട് വിശദീകരിക്കുന്ന കേട്ടപ്പോൾ അങ്കിൾ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ ചെറുപ്പത്തിൽ ആണുങ്ങൾക്ക് ഇതിനൊക്കെയുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കും. പക്ഷേ അന്ന് അവർക്ക് അതിനുള്ള ഗട്ട്സ് കാണില്ല. കാരണം അവർ മിക്കവാറും പാവപ്പെട്ടവരായിരിക്കും. പിന്നെ ഏതെങ്കിലും വിധത്തിലൊക്കെ കാശുണ്ടാക്കി കുറച്ചുകൂടി നല്ല രീതിയിൽ എത്തുമ്പോഴേക്കും ഇവർക്ക് ഇതിനൊക്കെയുള്ള ഗട്ട്സ് ഉണ്ടാവും. പക്ഷേ ആഗ്രഹം ഉണ്ടാവില്ല. കാരണം ഫുൾ ടൈം അവർ ബിസി ആയിരിക്കും. പിന്നെ ഈ ഗട്ട്സും ആഗ്രഹങ്ങളും കൂടി ഒരുമിച്ച് വരുന്ന പ്രായമാകുമ്പോഴേക്കും അവരുടെ കഴിവൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെയാണ് ആൻറ്റി ഉപദേശിക്കുന്നത്. ഇത് കേട്ട് അങ്കിൾ ഇവളീ പറയുന്നത് തന്നെക്കുറിച്ചാണോ എന്ന രീതിയിൽ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഷാങ്യു എന്തായാലും ആൻറ്റിയുടെ ഉപദേശമൊക്കെ കേട്ടിട്ട് മുറിയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവൾ പതിവ് പോലെ മേശയ്ക്കടുത്ത് തന്നെയാണ് ഉറങ്ങാനായിട്ട് ഇരുന്നത്. അവളുടെ ഇരിപ്പ് ശ്രദ്ധിച്ച് അവൻ അവളെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, ഞാൻ എന്തിനാണ് അങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ച് ഷാങ്യു അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ ആകെ ഒരു പുതപ്പ് മാത്രമേ ഉള്ളൂ, നീ ഇതിൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് തണുപ്പടിച്ച് പനി പിടിക്കുമെന്ന് അവൻ പറയുന്നു. ഓ, എനിക്ക് എത്ര പെട്ടെന്നൊന്നും അങ്ങനെ പനി പിടിക്കാറില്ല, എനിക്ക് തണുപ്പ് പേടിയുമില്ല എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ അവൾ തുമ്മാൻ തുടങ്ങുന്നു. അവൻ കുറച്ചൊന്ന് എഴുന്നേറ്റിരുന്നിട്ട് അവളോട് അടുത്തേക്ക് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ഷാങ്യു എഴുന്നേറ്റ് അടുത്ത് ചെന്നിരുന്നപ്പോൾ നീ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ മിക്കവാറും നിൻ്റെ ആൻറ്റി ഇന്നൊരു ശകലം പോലും ഉറങ്ങാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവളോട് ജനാലക്കിലേക്ക് നോക്കാൻ പറയുന്നു. അങ്ങനെ ഷാങ്യു നോക്കിയപ്പോഴാണ് ആൻറ്റിയും അങ്കിളും കൂടി അവിടെ ചെവി വട്ടം പിടിച്ച് നിൽക്കുന്നത് കാണുന്നത്. അതോടെ അവളും അവൻ്റെ ഒപ്പം കയറി കിടക്കുന്നുണ്ട്. തൻ്റെ ഐഡിയ വർക്കൗട്ട് ആയതിൽ ആൻറ്റി ഈ സമയം സന്തോഷിക്കുന്നു. അങ്കിളിനോടായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതെന്തായാലും വർക്കാവുമെന്ന്. അവൻ ഷാങ്യുവിനെ കൂടി അടുത്ത് കിടക്കാൻ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ സന്തോഷത്തോടെ പറയുന്നു. നിൻ്റെ ഈ മുടിഞ്ഞ ഐഡിയ കാരണം അവൾക്കെങ്ങാനും പനി പിടിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ കൂടി കെയർ ചെയ്യേണ്ടി വന്നേനെന്ന് പറഞ്ഞ് അങ്കിൾ ആൻറ്റിയെ വഴക്ക് പറയുന്നു. നിങ്ങളിങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ മുഖത്ത് മുഴുവൻ തുപ്പൽ വീഴുമെന്ന് പറഞ്ഞ് ആൻറ്റി വഴക്ക് പറഞ്ഞപ്പോഴാണ് അങ്കിൾ വായടയ്ക്കുന്നത്. ഷാങ്യു അവൻ്റെ ഒപ്പം കയറി കിടക്കുന്നുണ്ടെങ്കിലും എനിക്ക് ദുരുദ്ദേശമൊന്നുമില്ല, അതുകൊണ്ട് നീ പേടിക്കേണ്ടെന്ന് അവനോട് പറയുന്നു. പിന്നെ ആൻറ്റിയും അങ്കിളും എൻ്റെ നല്ലത് മാത്രം ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് അവരുടെ ദേഷ്യമൊന്നും തോന്നരുതെന്നും അവൾ പറയുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാമെന്ന് അവനും സമ്മതിക്കുന്നു. അവൻ കുറച്ചൊന്ന് ആലോചിച്ച ശേഷം അവളുടെ മുകളിലേക്ക് കയറി കിടക്കുന്നുണ്ട്. മുകളിലേക്ക് കയറി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവളെ ടച്ച് ചെയ്യാത്ത രീതിയിൽ കൈകൊണ്ട് താഴെ കുത്തി പൊങ്ങിയാണ് അവൻ കിടക്കുന്നത്. അവൻ എന്താണ് കാണിക്കുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ആക്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ ആൻറ്റിയും മകളും ഇന്ന് രാത്രി മുഴുവൻ ആ മഞ്ഞത്ത് നിൽക്കേണ്ടി വരുമെന്ന് അവൻ പറയുന്നു. അങ്ങനെ ഷാങ്യവും അതിനോട് സഹകരിക്കുന്നു. അങ്കിൾ ഇത് ശ്രദ്ധിച്ചിട്ട് ആൻറ്റിയെ കൂടി വിളിച്ച് കാണിക്കുന്നു. അങ്ങനെ അവർക്ക് സന്തോഷമാകുന്നുണ്ട്. കുറച്ച് മുമ്പ് ആൻറ്റി പറഞ്ഞ ഡയലോഗ് ഈ സമയത്ത് അങ്കിൾ തിരിച്ചു പറയുന്നുണ്ട്. നീയല്ലേ പറഞ്ഞത് ചെറുപ്പക്കാർക്ക് ആഗ്രഹമുള്ളപ്പോൾ അതിനുള്ള സമയമില്ല, സമയവും ആവേശവും കൂടി വരുമ്പോൾ ഗട്ട്സ് ഇല്ല എന്നൊക്കെ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും അവർക്ക് ഒരുമിച്ചുണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ അങ്കിൾ പറയുന്നുണ്ട്. നിങ്ങളിത് ഒളിഞ്ഞു എന്ന് കേട്ടാലേ എന്ന് ചോദിച്ച് ആൻറ്റി അങ്കിളുമായി വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു. നീ ഇപ്പോൾ ഇവിടെ ഇരുന്നും ഒളിഞ്ഞു കേൾക്കുക തന്നെയല്ലേ ചെയ്യുന്നതെന്ന് അങ്കിൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ അടിയാവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അത് സോൾവ് ആവുന്നു. ഷാങ്യുവിന് ഇങ്ങനെ കടന്നിട്ട് വെറുതെ കിടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൾ അവനോട് ഓരോന്ന് ചോദിക്കുകയാണ്. സുൻ ഇവിടെ വന്നതിന് ശേഷമാണ് നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ അറിയുന്നത്, എന്തായാലും നിനക്ക് തിരികെ പോയേ പറ്റുള്ളായിരിക്കും അല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ ആദ്യം അതിന് മറുപടി പറയുന്നില്ല. നീ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും നിൻ്റെ പുറകെ കടിച്ചു തൂങ്ങാനൊന്നും പോകുന്നില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഉടനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അതുവരെ ഞാനിവിടെ ഉണ്ടാവുമെന്ന് അവൻ പറയുന്നു. അവൻ കുറേ സമയമായിട്ട് ഇങ്ങനെ മുകളിൽ കയറിയിരുന്ന് ഫോഴ്സ് ചെയ്ത് അവളെ ടച്ച് ചെയ്യാതെ കിടക്കുകയാണല്ലോ, അത് നല്ല ടയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി നീ കുറച്ച് റെസ്റ്റ് എടുത്തോ, ഞാൻ നിൻ്റെ മുകളിൽ കയറി കിടക്കാമെന്ന് അവൾ പറയുന്നു. അതും വർക്കൗട്ട് ആവുമെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ ഷാങ്യു അവൻ്റെ മുകളിലാവുന്നു. ഇങ്ങനെ കിടന്നപ്പോൾ രണ്ടുപേരും കുറച്ചുകൂടി ക്ലോസ് ആവുന്നുണ്ട്. രണ്ടുപേർക്കും എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ടെൻഷനൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ഷാങ്യു വെറുതെ അവനോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങുന്നു. നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്നവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ പേരൻസിനെ പറ്റി വീണ്ടും ചോദിക്കാൻ തുടങ്ങുന്നു. അവർ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു, അവരെങ്ങനെയാണ് അവളെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നൊക്കെയാണ് അവൻ മെയിനായിട്ടും ചോദിച്ചത്. വളരെ നല്ല ആളുകളായിരുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അമ്മ നന്നായി വഴക്ക് പറയുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അമ്മ തന്നെ ക്യാൻഡി വാങ്ങിത്തന്ന് ആ പിണക്കമൊക്കെ തീർക്കും എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മളെ ശകാരിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ അവസാനം ഒരു മിഠായി വാങ്ങി തന്ന് നമ്മളെ സമാധാനിപ്പിക്കാനും അവർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നവൾ പറയുന്നുണ്ട്. ഈ പറയുന്നതിനിടയിൽ അവൾ ആദ്യം ഒരു കൈ എടുത്ത് അവൻ്റെ പുറത്തേക്ക് വെച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് കൈകളും അവൻ്റെ നെഞ്ചത്തേക്ക് എടുത്ത് വെച്ചു വളരെ ക്ലോസ് ആയി കിടന്നുകൊണ്ടാണ് അവൾ ഈ സംസാരിക്കുന്നത്. അവളിങ്ങനെ കിടക്കുന്നത് അവന് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവൻ എന്തൊക്കെയോ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു. ഈ സമയത്ത് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരി കാറ്റടിച്ചാണ് ഇയും കൂടി ചെയ്യുന്നു. അവർ നോക്കിയപ്പോൾ ആൻറ്റിയും മകളും ഓൾറെഡി പോയിരിക്കുന്നുവെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഷാങ്യു പെട്ടെന്ന് അങ്ങ് എഴുന്നേൽക്കുന്നില്ല. അവളുടെ അടുത്തിങ്ങനെ കിടന്നപ്പോൾ അവൻ മരുന്ന് കഴിച്ച ശേഷം എപ്പോഴും കഴിക്കാറുള്ള മിഠായിയുടെ മണം അവൾക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് നീ അത് കഴിച്ചിട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റാറുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് കഴിച്ചായിരുന്നു എന്നവൻ പറയുന്നു. നീ ഇനി തിരികെ പോയി കഴിയുമ്പോൾ
നിനക്കിത് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കുറേ വാങ്ങി തന്നയക്കാമെന്ന് അവളപ്പോൾ പറയുന്നുണ്ട്. ഈ സമയത്താണ് നിനക്കിപ്പോൾ അത് ടേസ്റ്റ് ചെയ്യണമെന്ന് അവൻ ചോദിക്കുന്നത്. അവൻ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അവൻ്റെ വായിൽ നിന്ന് മാത്രമല്ലേ പറ്റുകയുള്ളൂ. അങ്ങനെ അവൾ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നിന്ന് ചെറുതായിട്ടൊന്ന് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങ് മാറി കിട്ടുന്നു. അവൾ ഒന്ന് പുറകിലേക്ക് മാറിയിട്ട് വീണ്ടും അവനെ കിസ് ചെയ്യാനായി മുന്നോട്ടെടുത്താണ്. അവനും അത് പ്രതീക്ഷിച്ചതുപോലെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് അവിടെ വിളക്കുകളൊക്കെ അണയുകയും ആരൊക്കെയോ അങ്ങോട്ടേക്ക് ഓടി വരുന്നതിൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. അതോടെ രണ്ടുപേരും അലേർട്ട് ആവുന്നുണ്ട്. അവിടെ ആ റൊമാൻറ്റിക് സീൻ വളരെ പെട്ടെന്ന് ഒരു ഹൊറർ സീനിലേക്ക് മാറുകയാണ്. കുറച്ച് അക്രമികൾ അവിടേക്ക് ഇവരെ അറ്റാക്ക് ചെയ്യാനായി എത്തുന്നു. ഷാങ്കു ശബ്ദമുണ്ടാക്കാതിരിക്കാനായി യാൻഷൻ വേഗം അവളുടെ വാ പൊത്തുന്നുണ്ട്. അക്രമികളുടെ നിഴൽ ഇവർ ജനാലയ്ക്കിലൂടെ കാണുന്നുണ്ട്. ജനാല തുറന്നു തന്നെയാണ് അക്രമികൾ അകത്തേക്ക് കയറുന്നത്. കട്ടിലിൽ കിടക്കുന്ന അവരാണ് എന്ന് കരുതി അവർ വന്ന് അവിടെ കുത്തുന്നു. അപ്പോഴാണ് അത് പിന്നെയാണെന്ന് അറിയുന്നത്. ഈ സമയത്ത് ഷാങ്കു അങ്ങോട്ടേക്ക് ചാടി വീണ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. പിന്നെ ആകെ ഫൈറ്റാണ്. യാൻഷിങ്ങിൻ്റെ അടുത്ത് നിന്ന് അവരെ ദൂരത്തേക്ക് മാറ്റാനായി ഷാങ്കു പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേർ അവൾക്ക് പിന്നാലെ പോകുന്നു. 1-2 പേർ അവനുമായും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഷാങ്കുവിൻ്റെ കയ്യിൽ ആയുധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് പിടികൊടുക്കാതെ ഓടുകയാണ്. കുറച്ച് മുന്നോട്ട് ചെയ്യുന്നപ്പോൾ ഒരാൾ നിൽക്കുന്ന കണ്ട് അവൾ അയാളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ അയാൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഇവളെ പിടിക്കുന്നുണ്ട്. അത് ലീ ആയിരുന്നു. അവനാണെന്ന് മനസ്സിലായതോടെ അവനെയും പിടിച്ചുകൊണ്ട് അവൾ അവിടെ നോടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്ന അവൻ്റെ സഹായികളെ പുറത്തേക്ക് വിളിക്കുന്നു. അങ്ങനെ അവർ ഈ അക്രമികളെ നേരിടുന്നു. യാൻഷൻ ഈ സമയം അവനെ അറ്റാക്ക് ചെയ്യാനായി ചെന്ന ഒരാളെ പിടികൂടി ചോദ്യം ചെയ്യുകയായിരുന്നു. ഇവിടെ വന്ന് കൂടെ ഇങ്ങനെ ഇവരെ ആക്രമിക്കാനും തിരച്ചിൽ നടത്താനും വെയ് ഫാമിലിയുടെ അയൺ വാരിയേഴ്സിന് എന്താണ് ഇവിടെ നിന്ന് കിട്ടാനുള്ളതെന്ന് അവൻ അയാളോട് ചോദിക്കുന്നു. തങ്ങളുടെ ഈ സീക്രട്ടൊക്കെ ഇവൻ എങ്ങനെ മനസ്സിലായി എന്ന് അയാൾ ചോദിച്ചപ്പോൾ അവൻ തൻ്റെ മുഖം അയാളെ കാണിക്കുന്നു. ഇപ്പോഴാണ് അയാൾ ശരിക്കും അവനെ കാണുന്നത്. അയാൾ അവനെ തിരിച്ചറിയുന്നുണ്ട്. അവൻ മാർക്കിസ് ഓഫ് വുവാൻ ആണ് എന്ന് അയാൾ പറയുന്നു. യാൻഷിങ്ങിൻ്റെ ഐഡൻറ്റിറ്റി ശരിക്കും പറയുന്നത് ഈ സമയത്താണ്. അവനാണ് നമ്മൾ ആദ്യം മുതൽ കേൾക്കുന്ന കൊല്ലപ്പെട്ടു എന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന മാർക്കിസ് ഓഫ് വുവാൻ. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ഗസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? 100 കണക്കിന് ചാരന്മാരെ ചോദ്യം ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഉത്തരം നേടിയെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് നീ എൻ്റെ ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് മറുപടി പറയുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അവൻ അയാളെ ഭീഷണിപ്പെടുത്തുന്നു. അതോടെ അയാൾ സത്യം പറയുന്നുണ്ട്. പ്രൈം മിനിസ്റ്ററാണ് ശരിക്കും അവരെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇവിടെ നിന്ന് എന്തോ ലെറ്റർ കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. എന്ത് ലെറ്ററാണെന്ന് അവൻ ചോദിച്ചിട്ട് അയാൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അങ്ങനെ യാൻഷൻ അയാളെ വീണ്ടും ക്രൂരമായി ഉപദ്രവിക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്ററുടെ രീതികളൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ, അദ്ദേഹം ഇതിനെപ്പറ്റി കൂടുതലായൊന്നും പറഞ്ഞിരുന്നില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ലീയുടെ ആൾക്കാർ ഈ സമയം ആ ആക്രമികളെ കൊന്നൊടുക്കിയിരുന്നു. ഷാങ്കു അയാൾക്ക് നന്ദി പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ ആ പ്രദേശത്ത് പുതിയതായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഹയർ ഒഫീഷ്യലാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. പിന്നെ അവൾ ആ ബഹുമാനത്തോടെയാണ് അവനോട് സംസാരിക്കുന്നത്. ഈ പ്രദേശത്തെ കൊള്ളക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ് എന്ന് ലീ അവളോട് പറയുന്നു. ഇവരെന്തിനാണ് നിന്റെ കുടുംബത്തെ ആക്രമിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കും അത് തന്നെയാണ് അറിയാത്തത്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് ഷാങ്കു അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് യാൻഷിങ്ങിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അങ്ങനെ അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ഓടുന്നു. അവർ ചെല്ലുമ്പോൾ അവരുടെ വീട്ടുമുറ്റത്തൊക്കെ അക്രമികൾ കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആദ്യ മകളും പുറത്തേക്ക് ഇറങ്ങി വന്ന് അവളുമായി സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നതൊക്കെ നിർത്തി രണ്ടുപേരും അകത്തേക്ക് പോയതുകൊണ്ട് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നൊക്കെ അങ്കിൾ അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും തൽക്കാലം ഷാങ്ങിങ്ങിനെ സേഫായിട്ട് നോക്കിക്കോളാൻ പറഞ്ഞ് അവൾ വേഗം യാൻഷിങ്ങിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ട്. ലീയെ അങ്കിളിന് പരിചയമില്ലായിരുന്നല്ലോ. ആൻറ്റി ഷാങ്ങിങ്ങിനെ അകത്തുകൊണ്ടാക്കിയിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നു. ആൻറ്റിക്ക് മുമ്പ് അവനെ കണ്ട് പരിചയമുണ്ടല്ലോ, പക്ഷേ അവൻ്റെ ഒഫീഷ്യൽ സ്ഥാനത്തെ പറ്റിയൊന്നും ആൻറ്റിക്കും അറിയില്ല. ഇപ്പോഴാണ് ലീ സ്വയം അവരെ പരിചയപ്പെടുത്തുന്നത്. അവൻ അങ്ങനെ ഒരു ഒഫീഷ്യലാണ് എന്ന് അറിഞ്ഞപ്പോൾ ഷാങ്യുവിൻ്റെ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം അവൻ കണ്ടെത്തണം എന്ന് അങ്കിൾ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷാങ്യു യാൻഷിങ്ങിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ നിലത്ത് ബോധം കെട്ടി കിടക്കുകയാണ്. അവൻ്റെ അടുത്തുണ്ടായിരുന്ന ആക്രമി അവൻ്റെ പുറത്തേക്ക് കിടക്കുകയുമാണ്. അവൾ അയാളെ എടുത്ത് മാറ്റിയിട്ട് അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അങ്കിളും ലീയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്കിൾ വേഗം അവനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ലീ ഈ സമയത്ത് യാൻഷിങ്ങിനെ കാണുകയും ചെയ്യുന്നു. അവിടെ കിടപ്പുണ്ടായിരുന്ന ആക്രമിക്കുകയും ജീവനില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവർ മുറിയിലൊക്കെ എന്തൊക്കെയോ തിരച്ചിലുകൾ നടത്തുന്നുണ്ട്. ഈ മുറിയിൽ മരിച്ചു കിടക്കുന്ന ആളിനെയും അതേപോലെ താഴെ കിടക്കുന്ന ആളുകളെയും ഒക്കെ കൊന്നത് നിന്റെ ഹസ്ബൻഡാണോ എന്ന് ലീയുടെ അസിസ്റ്റന്റ് ഈ സമയം ഷാങ്യുവിനോട് ചോദിക്കുന്നു. ആണെന്ന് അവൾ പറയുന്നുണ്ട്. അതേപോലെ അവൻ എസ്കോട്ടായി പോകാറുള്ള കാര്യത്തെപ്പറ്റിയും അവന് മാർഷ്യൽ ആർട്സ് നന്നായി അറിയാവുന്ന കാര്യത്തെപ്പറ്റിയുമൊക്കെ അവൾ സൂചിപ്പിക്കുന്നു. അങ്കിൾ ഈ സമയം ഷാങ്യുവിന് വേണ്ടി ലീയോട് സംസാരിച്ച് നോക്കുന്നുണ്ട്. ഇവളൊരു പാവം പെൺകുട്ടിയാണ്. അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട അവൾ അവസാനം വിവാഹം കഴിക്കാനായി ഒരാളെ കണ്ടെത്തി. അതിപ്പോൾ ഇങ്ങനെയുമായി ഈ അക്രമികൾ അവനെയും പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്നൊക്കെ അങ്കിൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലീ ഇതൊക്കെ തലവലിക്ക് സമ്മതിക്കുന്നു. അപ്പോഴാണ് അവൻ്റെ ആൾക്കാരിൽ ഒരാൾ വന്നിട്ട് താഴെ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ജീവനുണ്ട് എന്ന് അറിയിക്കുന്നത്. അങ്ങനെ അവർ വേഗം അയാളെ ചോദ്യം ചെയ്യാനായി അങ്ങോട്ടേക്ക് പോകുന്നു. ഷാങ്യുവിൻ്റെ ഹസ്ബൻഡിനെ ചോദ്യം ചെയ്യാനായി ഇവിടെ നിന്ന് കൊണ്ടുപോയാലോ, അയാളെ കണ്ടിട്ട് ആളത്ര ശരിയല്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ലീയുടെ അസിസ്റ്റന്റ് ഈ സമയം അവനോട് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് ലീ പറയുന്നു.
ഷാങ്യു ഈ സമയം ആൻഷിങ്ങിനെയും മടിയിലെടുത്ത് കിടത്തിക്കൊണ്ട് കരയുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ നിനക്ക് ഡിവോഴ്സ് പേപ്പർ തന്ന് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിന്നെ ഒഴിവാക്കിയാനെന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവളുടെ ഒരു തുള്ളി കണ്ണുനീർ ഈ സമയത്ത് അവൻ്റെ കയ്യിൽ ചെന്ന് വീഴുന്നുണ്ട്. അങ്ങനെ അവന് ചെറിയ ബോധം വീഴുന്നു. ലാസ്റ്റ് എന്താണ് സംഭവിച്ചതെന്ന് അവൻ ഓർക്കുന്നുണ്ട്. ആ അക്രമി അവസാനം പറഞ്ഞത് ഷാങ്യുവിനെയും ഷാങ്ങിങ്ങിനെയും കൊന്നിട്ട് അവിടെയുള്ള ആ ലെറ്റർ എടുത്തുകൊണ്ട് ചെല്ലാനാണ് പ്രൈം മിനിസ്റ്റർ അവർക്ക് ഓർഡർ നൽകിയിരിക്കുന്നതെന്നാണ്. അത് കേട്ടപ്പോൾ യാൻഷിങ്ങിൻ്റെ ശ്രദ്ധ ഒന്ന് തെറ്റുന്നു. ഈ സമയം കൊണ്ട് അയാൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വാൾ ഉപയോഗിച്ച് തന്നെ സ്വയം ജീവൻ എടുക്കുന്നു. പിന്നെ അയാളെ അവിടെ വിട്ടിട്ട് യാൻഷിങ് ഷാങ്യുവിൻ്റെ രക്ഷയ്ക്കായി പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണ് പുറത്തുണ്ടായിരുന്ന അക്രമികളുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവൻ അവരെയൊക്കെ കൊന്നത്. അവസാനം ഷാങ്യു നിൽക്കുന്ന ഭാഗത്ത് വരെ അവൻ ചെല്ലുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ലീയെ അവിടെ കണ്ടതോടെയാണ് അവൾ സേഫാണെന്ന് മനസ്സിലാക്കി അവൻ തിരികെ പോകുന്നതും. അവൻ്റെ പഴയ മുറിവുകളൊക്കെ ഈ ഫൈറ്റിനിടയിൽ ഓപ്പണായിട്ട് അവിടെ നിന്നൊക്കെ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എന്നാലും അവന് ബോധക്കേടൊന്നും വന്നിരുന്നില്ല. അവൻ ഇവിടെ മുറിയിൽ വന്ന് മറ്റേ ആളെ എടുത്ത് പുറത്തിട്ടിട്ട് ഇങ്ങനെ ബോധക്കേട് അഭിനയിച്ച് കിടക്കുകയാണ്. ഇത്രയും സമയമായിട്ട് അവൻ ഉണർന്ന് കിടക്കുകയാണെങ്കിൽ കണ്ണ് തുറക്കാതെ പിടിച്ചിരിക്കുകയാണ്. ഷാങ്യുവിൻ്റെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് കയ്യിലേക്ക് വീഴുന്ന അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അങ്കിൾ അവനെ ചെക്ക് ചെയ്തിട്ട് അവന് കുഴപ്പമൊന്നുമില്ല, പഴയ മുറിവൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും പുതിയതായിട്ട് പരിക്കൊന്നും പറ്റിയിട്ടില്ല, അവൻ്റെ പൾസും ഓക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി വല്ല കുഴപ്പമുണ്ടെന്ന് അവൻ്റെ പുറത്തെ മുറിവൊന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞാൽ അതിനായി തുടങ്ങുമ്പോഴത്തേക്കും അവൻ കണ്ണു തുറക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ വേറെ ആളുകളുടെ ബ്ലഡാണെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അവനെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തുന്നു. അവനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കരുതി ഷാങ്യു ആകെ വിഷമത്തിലാണ്. വിഷമിക്കേണ്ട കാര്യമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. ഈ സമയത്താണ് അവളുടെ കയ്യിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് ലീയൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെന്ന് ആരോ പറഞ്ഞത്. അങ്ങനെ ഷാങ്യു അതിനായി പോകുന്നു. യാൻഷിങ്ങിൻ്റെ ട്രാവൽ പെർമിറ്റൊക്കെ ലീ വാങ്ങിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ആദിക്ക് അവൻ്റെ പൊസിഷൻ എന്താണെന്ന് ഇപ്പോഴും വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് അവൻ്റെ ആ സ്ഥാനത്തെ പറ്റി ആൻറ്റി ഷാങ്യുവിനോട് ചോദിക്കുന്നുണ്ട്. തൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ലീ തന്നെ നേരിട്ട് ആൻറ്റിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയത്താണ് ലീയുടെ അസിസ്റ്റന്റ് വന്നിട്ട് ജീവനോടെ ഉണ്ടായിരുന്ന ആക്രമിയെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയിക്കുന്നത്. ഷാങ്യുവിനോട് തൽക്കാലം പേടിക്കേണ്ട, ഈ പ്രശ്നത്തിന് പരിഹാരം താൻ തന്നെ കണ്ടെത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ലീ സമാധാനിച്ചിട്ട് പോകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഷാങ്യു തൻ്റെ കൺസേൺ അവനോട് പറയുന്നുണ്ട്. ഇവരിങ്ങനെ പ്രതികാരത്തിന് വേണ്ടി കൂടെ ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ന്യൂ ഇയർ കഴിയുമ്പോൾ ഇവിടെ വിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷാങ്യു വളരെ ചെറുപ്പമാണ്, അവളെയും കൊണ്ട് എനിക്ക് സേഫായ സ്ഥലത്തേക്ക് പോയേ പറ്റുകയുള്ളൂ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഇവളിങ്ങനെ ഇവിടം വിട്ട് പോകുന്ന കാര്യം യാൻഷിങ്ങാണോ സജസ്റ്റ് ചെയ്തതെന്ന് ലീ ഈ സമയത്ത് ചോദിക്കുന്നു. അവനല്ല ഇക്കാര്യം പറഞ്ഞത്, ഈ വീട്ടിലെ ഹെഡ് ഞാനാണ്, ഇത് ഞാൻ തന്നെ തീരുമാനിച്ച കാര്യമാണ് എന്ന് ഷാങ്യു എടുത്തു പറയുന്നു. നിന്റെ അച്ഛനും അമ്മയും അങ്കിളും എല്ലാം ഒന്നിനു പുറകെ കൊല്ലപ്പെട്ടു. നീ ഈ കേസിൽ ഒരു സാക്ഷി കൂടിയാണ്. അതുകൊണ്ട് ഈ കേസ് സോൾവ് ചെയ്യുന്നത് വരെ ഇവിടം വിട്ട് പോകാൻ പാടില്ല എന്ന് ലീ അവളോട് പറയുന്നു. ഈ കേസ് സോൾവ് ആവുന്നത് വരെ അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടി കുറച്ച് സോൾജേഴ്സിനെ അവിടെ അടുത്തായിട്ട് തന്നെ നിയമിക്കാമെന്നും അവൻ ഉറപ്പ് കൊടുക്കുന്നു. ആൻറ്റി സന്തോഷത്തോടെ അതിന് നന്ദി പറയുന്നു. ഈ സമയത്താണ് പുറത്ത് മജിസ്ട്രേറ്റ് കുറേ ഓഫീസേഴ്സിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് തിരച്ചിലിനായിട്ടൊക്കെ വന്നത്. ഇത് കേട്ടുകൊണ്ട് ലീ ഒക്കെ എന്നിട്ട് പുറത്തേക്ക് ചെല്ലുന്നു. മജിസ്ട്രേറ്റ് ഇവൻ്റെ മുന്നിൽ ഒന്ന് ആളാകാമെന്ന് കരുതി അയാളുടെ അസിസ്റ്റൻറ്റിൻ്റെ ഉപദേശം അനുസരിച്ചാണ് ഈ പാതിരാത്രിക്ക് ഇങ്ങനെ കുറേ ആൾക്കാരെയും കൊണ്ട് അവിടെ തിരച്ചിലിനായി വന്നത്. പക്ഷേ അയാൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് ആയിരുന്നില്ല കിട്ടിയത്. അതിന് കാരണം അവിടെ തിരച്ചിലിന് പോയ അയാളുടെ അസിസ്റ്റൻറ്റ് ഷാങ്യു മുമ്പ് ഉപയോഗിച്ച ആ മാർക്കിസ് ഓഫ് വുവാന് വേണ്ടിയിട്ടുള്ള മെമ്മോറിയൽ ടാബ്ലറ്റും പൊക്കിയെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ മാർക്കിസിന് വേണ്ടി മെമ്മോറിയൽ ടാബ്ലറ്റ് വെച്ച് അവിടെ പ്രാർത്ഥന നടത്തിയത് തെറ്റാണ് എന്ന് മജിസ്ട്രേറ്റ് ആരോപിക്കുന്നു. അവരുടെയൊക്കെ അറിവിൽ മാർക്കിസ് ആ രാജ്യത്തോട് ക്രൂരത ചെയ്ത ഒരു ദുഷ്ടനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ അന്ത്യോപചാരം അർപ്പിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് എന്നാണ് മജിസ്ട്രേറ്റ് പറയുന്നത്. മാർക്കിസ് മുകളിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടെന്ന് അയാൾ അറിയുന്നില്ല. ആരാണ് മാർക്കിസിന് വേണ്ടി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയതെന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുന്നു. ഷാങ്യു മുന്നോട്ട് വന്നിട്ട് താനാണ് അത് ചെയ്തതെന്ന് സമ്മതിക്കുന്നുണ്ട്. അതോടെ ഷാങ്യുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് മജിസ്ട്രേറ്റ് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് അവളെ ഇഷ്ടമല്ലല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി വന്നതുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അയാൾ ഓർഡർ നൽകുന്നു. പക്ഷേ പെട്ടെന്ന് ലീ അതിനെ എതിർക്കുന്നുണ്ട്. മാർക്കിസിന് വേണ്ടി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാർക്കിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ജനങ്ങൾ തന്നെ നാളെ ഒരിക്കൽ തീരുമാനിച്ചോളും. അതിനകത്ത് നിങ്ങൾ തീരുമാനം എടുക്കാൻ നിൽക്കേണ്ട. നിയമപരമായിട്ട് ഷാങ്യു ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് ലീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ലീ അയാളെക്കാളിലൊക്കെ ഒരുപാട് ഉയർന്ന ഒഫീഷ്യലാണ്. അതുകൊണ്ട് മജിസ്ട്രേറ്റിന് അത് സമ്മതിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അയാൾ പെട്ടെന്ന് തന്നെ പ്ലേറ്റ് തിരിച്ച് ലീ പറയുന്നതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് അവനെ കുറേ പുകഴ്ത്തിയിട്ട് അവനെയും കൊണ്ട് തിരികെ പോകുന്നു. നമ്മുടെ മാർക്കിസ് യാൻഷിങ് ഇത്രയും നേരം ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. ലീക്ക് താമസ സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് മജിസ്ട്രേറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അയാൾ അതൊക്കെ അറേഞ്ച് ചെയ്ത ശേഷം അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ട്. ലീയുടെ അടുത്ത് നിന്ന് നല്ല അഭിപ്രായം പിടിച്ചു പറ്റാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനെ അവൻ ഇഷ്ടക്കേടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറേണ്ടി വന്നത് അയാളെ കുറച്ച് അസ്വസ്ഥനാക്കുന്നുണ്ട്. പിന്നെ ഈ ഉയർന്ന ഒഫീഷ്യൽസൊക്കെ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അയാൾ തിരികെ പോകുന്നത്. ആ അക്രമികളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ഒരു വിസിൽ ലീയുടെ അസിസ്റ്റന്റ് അവനെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. മുമ്പ് യാൻഷിങ് കളക്ട് ചെയ്തതുപോലെ തന്നെയുള്ള ഒരെണ്ണമായിരുന്നു അത് കണ്ടപ്പോൾ ഈ അക്രമികൾ പ്രൈം മിനിസ്റ്ററുടെ ആൾക്കാരാണ് എന്ന് ലീക്കും മനസ്സിലാവുന്നുണ്ട്. അവൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു ടീം ഉള്ളതിനെ പറ്റി അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് അവർ തന്നെയാണ് എന്ന് അവൻ ഗസ് ചെയ്യുന്നു. അതേപോലെ തന്നെ യാൻഷിങ്ങിൻ്റെ ഐഡന്റിറ്റിയും ലീക്കും മനസ്സിലായി കഴിഞ്ഞിരുന്നു.
നമ്മളൊക്കെ രാവും പകലുമില്ലാതെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന മാർക്കിസ് ഇവിടെ ഒരു സാധാരണ ഗ്രാമത്തിൽ വന്ന് മാട്രിലോക്കൽ ഹസ്ബൻഡ് ആവുമെന്ന് ആരാണ് ഗസ് ചെയ്തതെന്ന് അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് അസിസ്റ്റന്റ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അസിസ്റ്റന്റ് മുമ്പ് മാർക്കിസിനെ നേരിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യാൻഷങ്ങിനെ അവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഈ പറഞ്ഞിട്ട് പോലും അവനത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം അവൻ കേട്ടിട്ടുള്ള മാർക്കിസ് ഒരിക്കലും ഇങ്ങനെ ഒരു മാട്രിലോക്കൽ ഹസ്ബൻഡ് ആവാൻ തയ്യാറാവില്ല. കാരണം രാജാവ് യാൻഷങ്ങിനെ തൻ്റെ സഹോദരിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ഇതുപോലെ ഒരു മാട്രിലോക്കൽ ഹസ്ബൻഡ് ആക്കാൻ ഒരുപാട് ശ്രമിച്ചതായിരുന്നു. അതിന് പോലും അവൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ബച്ചർ ഗേളിനെ അവൻ വിവാഹം കഴിച്ചു എന്നുള്ളത് അസിസ്റ്റന്റിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ലീക്ക് യാൻഷങ് മാർക്കിസ് തന്നെ ആണോ എന്ന് ഒരു 65% ഉറപ്പാണ്. കാരണം ലീ അവനെ കണ്ടിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവർ ചെറുപ്പത്തിൽ ഒരേ അക്കാഡമിയിൽ ഒന്നിച്ച് പഠിച്ചതാണ്. വളർന്ന ശേഷം അവനെ കണ്ടിട്ടില്ലെങ്കിലും അവൻ്റെ ആ ഒരു രീതികളുമൊക്കെ വെച്ചിട്ട് അത് മാർക്കിസ് തന്നെ ആണ് എന്ന് ലീ ഗസ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അവൻ മാർക്കിസിൻ്റെ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് യാൻഷുവിലേക്ക് കൊടുത്തയച്ച് ഇത് മാർക്കിസ് തന്നെ ആണോ എന്ന് ഉറപ്പിക്കാൻ ലീ അസിസ്റ്റന്റിനോട് പറയുന്നു. അവർ രണ്ടുപേരും കൂടി അടുത്ത ദിവസം രാവിലെ ഷാങ്ങിൻ്റെ വീടിനടുത്തേക്ക് വെറുതെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. ആരെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും ന്യൂസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര. ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ ആൻറ്റി ഗാങ്ങും അവരുടെ പരിദൂഷണ കമ്മിറ്റിയും കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് ഷാങ്ങിൻ്റെ ഫാമിലിയെക്കുറിച്ച് തന്നെ പറയുന്നത് ഇവർ കേൾക്കുന്നത്. അങ്ങനെ അവിടെ അടുത്ത് ഒരു കച്ചവടക്കാരുണ്ടായിരുന്ന ആളുടെ അടുത്തേക്ക് നിന്ന് ഇവർ രണ്ടുപേരും കൂടി ചുമ്മാതെ അവർ പറയുന്നത് എന്താണെന്ന് അറിയാൻ അവിടെ ചെവി വട്ടം പിടിച്ച് നിൽക്കുന്നു. ആൻറ്റി ഷാങ്ങിൻ്റെ കുറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരിത് ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നത് ആൻറ്റി ഗാങ്ങിൻ്റെ ടീം നോട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ അടുത്തേക്ക് നിന്ന് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, എവിടുന്ന് വരുവാണ് എന്നൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഞങ്ങൾ ഷാനുവിൻ്റെ കുറച്ച് അകന്ന ബന്ധത്തിലുള്ളതാണ്. നിങ്ങളിങ്ങനെ കുടുംബത്തെപ്പറ്റി പറയുന്നത് കേട്ടപ്പോൾ ശ്രദ്ധിച്ചതാണ് എന്നൊക്കെ ലീ അവരോട് പറയുന്നുണ്ട്. ഷാങ്ങിൻ്റെ വീട്ടിൽ തലേ ദിവസം ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ രണ്ടുപേർ വന്ന് അവരുടെ ഫാമിലിയെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഒഫീഷ്യൽസിനോട് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ആൻറ്റിയുടെ ടീം അവരെ ഭീഷണിപ്പെടുത്തുന്നു. എന്തിനാണ് വെറുതെ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ലീയുടെ അസിസ്റ്റന്റ് കുറച്ച് കാശ് കൊടുത്ത് അവരെല്ലാം സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഷാങ്യുവിൻ്റെ ആൻറ്റി സാഹോ ആ വഴി വന്നത്. ലീയെ കണ്ടപ്പോൾ ആൻറ്റി പരിചയത്തോടെ വിളിക്കുന്നു. ഓടി അവൻ്റെ അടുത്തേക്ക് വന്ന് വിശേഷം പറയുകയും ചെയ്യുന്നുണ്ട്. ആൻറ്റി പറഞ്ഞാണ് അവൻ ഒരു ഹയർ ഒഫീഷ്യലാണ് എന്ന് ഗാങ്ങിൻ്റെ ടീം അറിയുന്നത്. അതോടെ അവരുടെ കയ്യിൽ കിട്ടിയ ക്യാഷ് എല്ലാം തിരികെ അവരെ തന്നെ ഏൽപ്പിച്ചിട്ട് വേഗം സ്ഥലം വിടുന്നുണ്ട്. അവരോട് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന് ലീക്ക് ഉണ്ടായിരുന്നെങ്കിലും അവൻ ഒഫീഷ്യലാണെന്ന് അറിഞ്ഞതോടെ അവരാരും പിന്നെ അവൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലുമില്ല. ആൻറ്റി സാഹോയും അവനോട് വിശേഷങ്ങൾ ചോദിച്ചിട്ട് തിരികെ പോകുന്നുണ്ട്. ആൻറ്റി ഗാങ് ഉടനെ മിസ് സാഹോയുടെ പിറകെ കൂടിയിട്ട് അവൻ ഏത് ഒഫീഷ്യലാണ്, എന്താണ് അവൻ്റെ സ്ഥാനം, എവിടെ നിന്ന് വന്നതാണ് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആൻറ്റിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാമായിരുന്നില്ല. എന്തായാലും ഇവിടുത്തെ മജിസ്ട്രേറ്റ് പോലും അവൻ്റെ മുന്നിൽ ബഹുമാനത്തോടെയാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് വലിയ ഒഫീഷ്യലാണ് എന്ന് മാത്രം ആൻറ്റി ഗാങ്ങിനോട് പറയുന്നു. ലീയും അസിസ്റ്റന്റും കൂടി പിന്നെ അവിടെ ഉണ്ടായിരുന്ന പലരോടും ഇവരുടെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കൂടുതലായിട്ടൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുമ്പോഴാണ് ആൻറ്റി ഗാങ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. നിങ്ങൾക്ക് ഷാങ്ങിൻ്റെ ഫാമിലിയെക്കുറിച്ച് അറിയണമെങ്കിൽ പറയാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ അതിന് ചിക്കിൽ വേണ്ടി വരുമെന്ന് പറഞ്ഞ് അവർ കൈ കാണിക്കുന്നു. കാര്യം മനസ്സിലായതോടെ ലീ അവരുടെ കയ്യിലേക്ക് കുറച്ച് പണം വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർ പറയാൻ തുടങ്ങുന്നു. അറിയാവുന്നതെന്നല്ല, അവർ ഉണ്ടാക്കി നാട്ടുകാരോട് ഷാങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പരദൂഷണമൊക്കെ അവർ ഇവരോടും പറയുന്നുണ്ട്. ഷാങ്ങി ഒരു ശാപം കിട്ടിയ പെണ്ണാണ്, അവളുടെ അച്ഛനും അമ്മയും അവൾ കാരണമാണ് മരിച്ചത്, അനിയത്തിക്ക് സുഖമില്ലാതായത് അവൾ കാരണമാണ്, അങ്കിളിനെയും അവൾ കൊന്നു എന്നൊക്കെ ഷാങ്ങുവിനെ കുറിച്ച് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ അവർ പറയാൻ തുടങ്ങുന്നു. പിന്നെ അവളുടെ ഹസ്ബൻഡിനെ കുറിച്ചും പറയുന്നുണ്ട്. അവൻ കാണാനൊരു സുന്ദരനൊക്കെയാണ്, പക്ഷെ നട്ടലില്ലാത്തവനാണ്. വിവാഹ ദിവസം എല്ലാവരെയും മുന്നിൽ വെച്ച് അവൻ അവളുടെ അടിമയായി ഇരുന്നോളാമെന്ന് അവൻ വാക്ക് കൊടുത്തു. നട്ടലുള്ള ഏതെങ്കിലും ആണുങ്ങൾ അതിന് തയ്യാറാവുമോ എന്നൊക്കെ ആൻറ്റി തന്നെ പറയുന്നുണ്ട്. യാൻഷങ് ഇങ്ങനെ ആളുകളുടെയൊക്കെ മുന്നിൽ വെച്ച് അവളെ വീടിൻ്റെ ഹെഡായി അംഗീകരിച്ചു എന്നുള്ളത് ലീയുടെ അസിസ്റ്റൻറ്റിന് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ നാട്ടുകാരൊക്കെ മുന്നിൽ വെച്ചാണ് അവനത് ചെയ്തത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കൊള്ളാൻ ആൻറ്റി പറയുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം കൂടി പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ ഷാങ്ങു ഇപ്പോഴും ഒരു വിർജിനാണ് എന്ന് അവർ പറയുന്നു. ഇത് കേട്ടപ്പോൾ അസിസ്റ്റൻറ്റ് അവരെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് സത്യം തന്നെയാണെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അതെങ്ങനെയാണ് തനിക്ക് മനസ്സിലായതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അസിസ്റ്റൻറ്റ് പെട്ടെന്ന് അവർ തടയുന്നു. ലീയും അത് അറിഞ്ഞത് മതിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇവൻ പറയുന്നത് പോലെ അത് മാർക്കിസ് ആണെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് അസിസ്റ്റൻറ്റ് പോകുന്ന വഴി ലീയോട് പറയുന്നുണ്ട്. എന്തായാലും മാർക്കിസ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു മാട്രിലോക്കൽ ഹസ്ബൻഡ് ആവാൻ സമ്മതിക്കില്ലല്ലോ. പക്ഷേ ഇപ്പോൾ തനിക്ക് 10% കൂടി അത് മാർക്കിസ് തന്നെയാണെന്ന് ഉറപ്പായി എന്നാണ് ലീ പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചുവെന്ന് അസിസ്റ്റൻറ്റിന് മനസ്സിലാവുന്നില്ല. കാരണം അവനിപ്പോൾ കുറച്ചുകൂടി കൺഫ്യൂഷൻ ആവുകയാണല്ലോ ചെയ്തത്. ഇനി കാണിക്കുന്നത് യാൻഷിങ്ങിൻ്റെയും ലീയുടെയും ഒക്കെ മാസ്റ്ററായിട്ടുള്ള ജനറൽ ഹേയുടെ ഓഫീസാണ്. ഈ ജനറൽ ഹേ വലിയൊരു സൈന്യത്തിൻ്റെ ചുമതലയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തൻ്റെ 2 കീഴുദ്യോഗസ്ഥരുമായിട്ട് കുറേ യുദ്ധതന്ത്രങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് പ്രൈം മിനിസ്റ്ററുടെ മകനായിട്ടുള്ള വെയ്ഷുവാൻ ഇവർ ഈ അടച്ചിട്ടിരിക്കുന്ന വാതിലൊക്കെ ചവിട്ടി തുറന്നുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇവരിങ്ങനെ വാതിലൊക്കെ അടച്ചിട്ട് രഹസ്യമായിട്ട് എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെന്ന് വെയ്ഷുവാൻ ചോദിക്കുന്നുണ്ട്. ജനറൽ ഹേ അതത്ര കാര്യമാക്കുന്നില്ല.
പ്രൈം മിനിസ്റ്ററുടെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇവരോട് വളരെ മോശപ്പെട്ട രീതിയിലൊന്നും സംസാരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവനെ സൽക്കരിച്ചിട്ട് അവനുമായിട്ട് സംസാരിക്കുന്നു. ലീയെ ഷാങ്യുവിന്റെ സ്ഥലത്തേക്ക് അയച്ചത് ഈ ജനറൽ ഹേ ആണ്. എന്തിനാണ് ലീയെ അങ്ങോട്ടേക്ക് അയച്ചത് എന്ന് ചോദിക്കാനാണ് വേശുവാൻ വന്നിരിക്കുന്നത്. മുമ്പത്തെ ഒരു എപ്പിസോഡിൽ കൊട്ടാരവും പ്രൈം മിനിസ്റ്ററെയും ഒക്കെ കാണിച്ച സമയത്ത് പ്രൈം മിനിസ്റ്ററെ എപ്പോഴും എതിർത്ത് സംസാരിക്കുന്ന ഗ്രാൻഡ് ട്യൂട്ടർ ലീയെ കാണിച്ചിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ചെറുമകനാണ് ഇപ്പോൾ ഷാങ്യുവിന്റെ അടുത്ത് എത്തിയിരിക്കുന്ന ഈ ലീ. പ്രൈം മിനിസ്റ്ററും ഗ്രാൻഡ് ട്യൂട്ടർ ലീയും തമ്മിൽ എപ്പോഴും വഴക്കാണ് എന്നതുപോലെ അവരുടെ മക്കളും കൊച്ചുമക്കളും തമ്മിൽ ഇതേ വഴക്ക് കണ്ടിന്യൂ ചെയ്ത് പോരുകയാണ്. അതുകൊണ്ട് തന്നെ ലീയുടെ ഓരോ നീക്കങ്ങളും ഈ വേശുവാൻ വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്തിനാണ് ലീയെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നതെന്ന് അവൻ അന്വേഷിക്കുന്നത്. അവിടെ കുറേ കൊള്ള സംഘങ്ങൾ വലിയ രീതിയിൽ അന്യായം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ലീയെ അങ്ങോട്ടേക്ക് അയച്ചതെന്ന് ജനറൽ ഹേ പറയുന്നു. പക്ഷേ വേശുവാന് അത്ര വിശ്വാസം വരുന്നില്ല. കാരണം ഈ ലീ വളരെ ഹയർ റാങ്കിലുള്ള ഒരു ഒഫീഷ്യലാണ്. അവനെപ്പോലെ അത്രയും ഹയർ റാങ്കിലുള്ള ഒരാളെ ഇങ്ങനെ കൊള്ള സംഘങ്ങളെ അടിച്ചമർത്താൻ അയക്കേണ്ട ആവശ്യമില്ല. അതിനെ കുറെ കൂടി താഴ്ന്ന ലെവലിലുള്ള ഏതെങ്കിലും ഓഫീസേഴ്സിനെ അയച്ചാൽ മതി. പിന്നെ ഇവൻ തന്നെ നേരിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ഉദ്ദേശം തന്നെ കാണുമെന്നാണ് വേശുവാൻ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ അവൻ്റെ വെറും തോന്നലുകളാണ് എന്ന് പറഞ്ഞ് ജനറൽ ഹേ അവനെ സമാധാനിപ്പിക്കുന്നു. പിന്നെ അവൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഷിയേഷെങ്ങിൻ്റെ ആർമിയെക്കുറിച്ച് പറയാനായിരുന്നു വേശുവാൻ വന്നത്. ഷിയേഷെങ് എന്ന് അവൻ പറയുന്നത് നമ്മുടെ യാൻഷെങ്ങിൻ്റെ കാര്യമാണ്. യാൻഷെങ്ങിൻ്റെ ശരിക്കുള്ള പേരാണ് ഷിയേഷെങ് എന്നുള്ളത്. യാൻഷെങ് കൊല്ലപ്പെട്ടു എന്നാണല്ലോ ഇവരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആർമി ഈ വേശുവാൻ കൈയടക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ യാൻഷെങ്ങിൻ്റെ ആർമിയിലുള്ള അവൻ്റെ സൈനികർ യാൻഷെങ് പറയുന്ന അല്ലാതെ വേറെ ആരും പറയുന്നത് അനുസരിക്കില്ല. അവരെല്ലാവരും ഈ വേശുവാനെ തങ്ങളുടെ നേതാവായി അംഗീകരിക്കാൻ സമ്മതിക്കാതെ എതിർത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ജനറൽ ഹേയുടെ സഹായം ചോദിക്കാനാണ് ഇപ്പോൾ ഇവൻ വന്നിരിക്കുന്നത്. അവരെ അടിച്ചമർത്തിയ ശേഷം അവരെ കൂടി തങ്ങളുടെ കൺട്രോളിലാക്കി ഒരുമിച്ച് ശത്രുരാജ്യത്തിന് നേരെ ഒരു അറ്റാക്ക് നടത്തിയാൽ ഇപ്പോൾ അവരെ തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കണ്ണിൽ നമുക്ക് വലിയ ഹീറോസ് ആവാൻ പറ്റും എന്നൊക്കെ അവൻ ജനറൽ ഹേയോട് പറയുന്നു. പക്ഷേ അവൻ്റെ ഈ നിർദ്ദേശം ജനറൽ ഹേ നിരസിക്കുന്നുണ്ട്. ഇവരുടെ ശത്രുരാജ്യമായ ഷോങ്ഷുവിലെ രാജകുമാരൻ യാൻഷെങ്ങിനോട് തോറ്റ് തൽക്കാലം തിരികെ പോയി എന്നുള്ളത് നേര് തന്നെയാണ്. ഇതിനു മുമ്പും 1-2 യുദ്ധങ്ങളിൽ അയാൾ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ അയാളുടെ മെയിൻ ആർമിയും അവരുടെ മിടുക്കരായ ജനറൽസുമൊക്കെ ഇപ്പോഴും ജീവനോടെയുണ്ട്. വേശുവാൻ്റെ ആർമിയാണെങ്കിൽ കുറേ ദൂരം യാത്ര ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ ടയേർഡുമാണ്. ഈ ഒരു കണ്ടീഷനിൽ അവരുമായിട്ടൊരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഉറപ്പായി നമ്മൾ തോൽക്കാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാനാണ് ജനറൽ ഹേ അവനെ ഉപദേശിക്കുന്നത്. പക്ഷേ ഈ ഉപദേശം വേശുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ്റെ അഭിപ്രായത്തിൽ യാൻഷെങ്ങിൻ്റെ ആക്രമണത്തിൽ തളർന്നിരിക്കുന്ന ആ രാജകുമാരനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇതവർക്ക് അതിന് മേലുള്ള ഒരു കനത്ത പ്രഹരമായിരിക്കും. അതുകൊണ്ട് എളുപ്പത്തിൽ അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് വേശുവാൻ പറയുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞിട്ട് ജനറൽ ഹേ തന്നെ വഴിക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ വേശുവാൻ തൻ നിറം പുറത്തെടുക്കുന്നു. നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ചത്. ഇനി ഞാൻ പറയുന്നത് റിക്വസ്റ്റ് അല്ല, ഒരു ഓർഡറാണ്. ഞാൻ പറയുന്നത് പോലെ അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് ഈ റൂമിന് പുറത്തായിട്ട് ലീ മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ കുറച്ച് സമയം അവിടെ എത്തിയിട്ട് പക്ഷെ അകത്തേക്ക് കയറാതെ വെയിറ്റ് ചെയ്യുകയാണ്. വേശുവാൻ ഇങ്ങനെ സൈന്യവുമായി അതിർത്തിയിലേക്ക് പോയതിനെ ചൊല്ലി ഗ്രാൻഡ് ട്യൂട്ടർ പ്രൈം മിനിസ്റ്ററോടും എന്തൊക്കെയോ തർക്കിക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ തിരിച്ച് അയാളുടെ ചെറുമകനായിട്ടുള്ള ലീ ഇങ്ങനെ ലിനാനിലേക്ക് പോയതിനെക്കുറിച്ചും ചോദിക്കുന്നു. ഇവരൊക്കെ തലസ്ഥാന നഗരിയിലാണെങ്കിലും ഈ വിവരങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. പരസ്പരം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു. വേശുവാൻ പോയി കഴിഞ്ഞപ്പോൾ ജനറൽ ഹേ അദ്ദേഹത്തിൻ്റെ റൂമിൽ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു ബോക്സ് പുറത്തെടുക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പ്രൈം മിനിസ്റ്ററെ ഏൽപ്പിക്കാൻ വേണ്ടി ആരോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഈ ബോക്സ്. അദ്ദേഹം അതിൽ നോക്കി പറയുന്നതിൽ നിന്ന് ഷാങ്യുവിൻ്റെ അച്ഛനാണ് ഇത് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതെന്നാണ് തോന്നുന്നത്. ഇത് ഏൽപ്പിച്ച സമയത്ത് തൻ്റെ 2 പെൺമക്കളെയും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ജനറൽ ഹേയോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത് പ്രൈം മിനിസ്റ്ററെ ഏൽപ്പിക്കാനായി അദ്ദേഹം തൻ്റെ വിശ്വസ്തൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്നുണ്ട്. ലീ ആ മുറിക്ക് പുറത്ത് ഒളിച്ചു നിൽക്കുന്നത് അദ്ദേഹം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഓരോരുത്തരുള്ളതുകൊണ്ടാണ് ഇതുവരെ അവനെ അകത്തേക്ക് വിളിക്കാതിരുന്നത്. ഇപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ലീയോട് അകത്തേക്ക് വരാൻ അദ്ദേഹം പറയുന്നു. അങ്ങനെ ലീ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. നീ ഇങ്ങനെ ഒളിച്ചു നിൽക്കേണ്ട ആവശ്യം എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അവൻ അവിടെ വന്ന സമയത്ത് വേശുവാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ജനറൽ ഹേ താനുമായി നല്ല സൗഹൃദത്തിലാണ് എന്ന് വേശുവാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് ലീ പേടിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ആ സമയത്ത് പുറത്തേക്ക് വരാതിരുന്നത്. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. വെയ് ഫാമിലി ആണെങ്കിലും ഇനി ഇവൻ്റെ ലീ ഫാമിലി ആണെങ്കിലും എല്ലാവരും സെർവ് ചെയ്യുന്നത് ഈ മഹാരാജ്യത്തെയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം. നീ കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് എനിക്കൊപ്പം ആണല്ലോ. അതുകൊണ്ട് നിനക്ക് എൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് ഇതിനുള്ളിൽ തന്നെ മനസ്സിലായി കാണുമല്ലോ. നിൻ്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരുന്നതിന് ഏത് സമയത്താണെങ്കിലും നീ മറ്റൊന്നും ചിന്തിച്ച് മടിക്കേണ്ട കാര്യമില്ലെന്ന് ജനറൽ അവനോട് പറയുന്നു. പിന്നെ അദ്ദേഹം ഷാങ്യുവിൻ്റെ കുടുംബത്തെ പറ്റി അവനോട് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഷാങ്യുവിൻ്റെ കുടുംബത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവനെ അങ്ങോട്ടേക്ക് അയച്ചത്. അങ്ങനെ വരുന്ന വഴിയിൽ അബദ്ധത്തിലാണ് അവൻ ഷാങ്യുമായിട്ട് ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയതും അവളുടെ വീട്ടിൽ എത്തപ്പെട്ടതും. ആ സമയത്ത് താൻ അന്വേഷിച്ചു വന്ന ആൾ അതാണ് എന്ന് അവൻ അറിയാമായിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അവൻ ഷാങ്യുവിനെ തിരിച്ചറിഞ്ഞതൊക്കെ. പ്രൈം മിനിസ്റ്ററുടെ ആൾക്കാർ 2 തവണ ഷാങ്യുവിൻ്റെ കുടുംബത്തെ ആക്രമിച്ച വിവരം
ലീ ജനറലിനെ അറിയിക്കുന്നു. എന്തായാലും അവൾക്കും കുടുംബത്തിലെ ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല. അവർ ആ വീട്ടിൽ എന്തോ തിരികെയാണെന്നാണ് തോന്നിയത്. ഷാങ്യു ഇവരെ പേടിച്ച് ആ സ്ഥലം വിട്ടു പോകാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ ഈ കേസിൻ്റെ പേരും പറഞ്ഞ് ഞാൻ തൽക്കാലം അവളെ തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഷൗറാനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ലീ അദ്ദേഹത്തെ അറിയിക്കുന്നു. ഷാങ്യുവും അവളുടെ സഹോദരിയും ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അവൾ കന്നുകളെ കശാപ്പ് ചെയ്താണ് ജീവിക്കുന്നതെന്നും അടുത്ത കാലത്തായി ഒരു വിവാഹം കഴിച്ചുവെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷേ അവളുടെ ഭർത്താവിനെ പറ്റി അവൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. പകരം മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്. മാർക്കിസ് ഓഫ് വുവാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് അവൻ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗ്യമാണ് എന്നാണ് ജനറൽ ഹേ പറയുന്നത്. ഇപ്പോൾ ഇവിടെ പലമാതിരി പ്രശ്നങ്ങൾ നുറിഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിസ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം മര്യാദയ്ക്ക് സ്റ്റേബിളാക്കി നിർത്താൻ പറ്റുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു.